മരുന്നില്ല, ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അത് പരിഹരിക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ്റും ആരോഗ്യമന്ത്രിയും അടിയന്തരമായി സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അതിന് ആ ഡോക്ടറെ വേട്ടയാടാൻ ഇറങ്ങരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സുംബ ഡാൻസിനെ സംബന്ധിച്ച് ഗവൺമെൻറ് പ്രതിഷേധം അല്ലെങ്കിൽ ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം സ്കൂളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, യോഗ, സുംബ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ എതിർക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി നമ്മൾ നോക്കണം. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? ഒരു ജനകീയ ഗവൺമെൻറ്റിന് ആ ഉത്തരവാദിത്വം ഉള്ളതാണ്. അതുകൊണ്ട് അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മളൊരു അഭിപ്രായം പറയേണ്ടത് സാഹചര്യമല്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഈ അദ്ദേഹത്തെ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് 100% ശരിയെന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല. അതിൻ്റെ പേരിൽ ആ ഡോക്ടറെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിൻ്റെ പേരിൽ വേട്ടയാടരുത് എന്നും അദ്ദേഹം പറയുന്നു. സൂംബ വിഷയത്തിൽ എതിർപ്പുയർത്തുന്ന സംഘടനകളുമായി എന്തുകൊണ്ട് സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? എന്തിനാണ് ഒരു ജനാധിപത്യ സർക്കാർ ഇങ്ങനെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്.